ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നാളെ മീനം 1. നാളെ നേരം പുലരുന്നത് രാജയോഗത്തോടെയാണ്. ഈ നക്ഷത്ര ജാതകരുടെ കണ്ണീരും കഷ്ടപ്പാടുമെല്ലാം വിട്ടൊഴിയും. ആദിത്യൻ മീനം രാശിയിൽ പ്രവേശിക്കുന്നത് മാർച്ച് 14 അർദ്ധരാത്രി 1 മണിക്ക് ശേഷമാണ്. അതിനാൽ മാർച്ച് 15 നാം മീനം 1 കണക്കാക്കുന്നു. ഏപ്രിൽ 13 വരെയാണ് മീനമാസം. പോരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നീ ഞാറ്റുവേലകൾ മീനമാസത്തിലുണ്ട്. മീനത്തിലെ കറുത്തവാവ് വരുന്നത് മാർച്ച് 18 ശുക്രൻ മീനം 11 വരെ ഉച്ചക്ഷേത്രമായ മീനത്തിലും തുടർന്ന് മേടം രാശിയിലും സഞ്ചരിക്കും. ബുധൻ മീനം 26 വരെ കുംഭത്തിലും തുടർന്ന് നീചരാശിയായ മീനത്തിലും സഞ്ചരിക്കുന്നതാണ്. ചൊവ്വ കുംഭം രാശിയിലാണ്. മീനം 19 മീനം രാശിയിൽ പ്രവേശിക്കും. അതോടെ 4-5 മാസമായി തുടരുന്ന ചൊവ്വയുടെ മൗഢ്യം അവസാനിക്കുകയാണ്. വ്യാഴം മിഥുനം രാശിയിൽ പുണർതം നക്ഷത്രത്തിലാണ്. 4-5 മാസമായി തുടരുന്ന വക്രസഞ്ചാരം മീനം 2 അവസാനിക്കുകയും നേർഗതിയിൽ ആരംഭിക്കുകയും ചെയ്യുന്നതാണ്. ശനി മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. മാർച്ച് 9 മുതൽ ഏപ്രിൽ 10 വരെ. കുംഭം 25 മുതൽ മീനം 27 വരെയും ശനിക്ക് മൗഢ്യം തുടരുന്നതാണ്. രാഹുവും കേതുവും കുംഭം ചിങ്ങം രാശികളിൽ തുടരുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ മീനമാസത്തെ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. 11-ാം ഭാവത്തിലും 12-ാം ഭാവത്തിലും 3 വീതം ഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാണ്. മാസാദ്യം ആകയാൽ ലാഭവും നഷ്ടവും സന്തുലിതമാകും. കലഹങ്ങളിലും വ്യവഹാരങ്ങളിലും വിജയിക്കുന്നതാണ്. കർമ്മ മേഖലയിലെ നിങ്ങളുടെ എതിരാളികളെല്ലാം നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുന്ന മാസമാണ്. ഭൂമി വിൽക്കുവാൻ തടസ്സങ്ങൾ അനുഭവപ്പെട്ടിരുന്ന ആളുകൾക്ക് ഇനി അങ്ങോട്ട് കാര്യസാധ്യമാകും. ചിലപ്പോൾ വളഞ്ഞ വഴികളിലൂടെ ധനാഗമം ഉണ്ടായെന്ന് വരാം. ശനിയും ആദിത്യനും ശുക്രനും 12-ലാകിയാൽ അലച്ചിലും കാര്യക്ലേശവും അനുഭവപ്പെടുന്നതാണ്. ദുർവ്യയം, ഹിതകരമല്ലാത്ത കൂട്ടുകെട്ടുകൾ, ആശുപത്രി ചെലവും ഇവ സാധ്യതകളാണ്. 2-ാം പകുതിയിൽ ശുക്രൻ ജന്മരാശിയിൽ സംക്രമിക്കുകയാൽ ആഡംബരം, സുഖഭോഗം, സുഖലോലുപത തുടങ്ങിയവ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. 11-ലും 12-ലും 3 വീതം ഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാൽ എല്ലാവിധ കാര്യങ്ങളും സന്തുലിതമാകും. ധനവരവുണ്ടാകും. എന്നാൽ ചെലവും അതുപോലെയാകുന്ന മാസമാണ്. തടസ്സങ്ങൾ അനുഭവപ്പെട്ടാലും കാര്യങ്ങളെല്ലാം നടന്നു കിട്ടുന്ന സമയം കൂടിയാണ്. നിങ്ങളുടെ പരിശ്രമങ്ങളും ആത്മാർത്ഥതയും മേലധികാരികൾ തിരിച്ചറിയും. യാത്രകൾ ആവശ്യമായി വരുന്നതാണ്. ചിലർക്ക് വീട് വിട്ട് നിൽക്കേണ്ട സ്ഥിതി വന്നു ചേരാം. മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ റദ്ദാക്കുകയോ അതുമല്ലെങ്കിൽ പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യേണ്ടി വരും. നവീനമായിട്ടുള്ള ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതാണ്. വീട് പണിയിൽ തടസ്സങ്ങൾ ഏർപ്പെടുവാൻ ഇടയുള്ള കാലമാണ്. കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണം. കുടുംബാംഗങ്ങളുടെ അഭിപ്രായം കേൾക്കുവാൻ തയ്യാറാകുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. മേട രാശിക്കാർക്ക് 12-ലെ ഗ്രഹാധിക്യം മനസ്സിനെ പല രീതിയിൽ ബാധിക്കാം. ആലോചിച്ചുറപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ഈ സമയം പ്രവർത്തിക്കുവാൻ കഴിയുന്ന മാസമല്ല. 11-ലെ ഗ്രഹങ്ങൾ വിജയവും നേട്ടങ്ങളും സമ്മാനിക്കും. അധികാര തർക്കങ്ങളിൽ മേൽക്കൈ നേടുന്നതാണ്. വിൽക്കാതെ കിടന്ന നിങ്ങളുടെ ഭൂമി വിൽക്കുവാനുള്ള വഴി തെളിഞ്ഞു കിട്ടുന്നതാണ്. വ്യവഹാരങ്ങളിൽ അനുരഞ്ജനം സാധ്യമാകും. സഹോദരാനുകൂല്യം പ്രതീക്ഷിക്കാം. ഇടവ രാശിക്കാർക്ക് പിതൃസ്വത്ത് അനുഭവയോഗ്യമാകും. ഉദ്യോഗത്തിൽ ഉയർച്ച, അധികാരികളുടെ പ്രീതി എന്നിവ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും നിങ്ങളുടെ മനസ്സിനെ ബാധിച്ച എല്ലാവിധ വിഷമങ്ങളും നീങ്ങിത്തുടങ്ങുന്നതാണ്. പ്രണയം സഫലമാകും. പൊതുജന അഭിപ്രായം അനുകൂലമായി ഭവിക്കുന്നതാണ്. ബിസിനസ്സിനായിട്ടുള്ള യാത്രകളും എല്ലാ രീതിയിലും ഗുണം ചെയ്യുന്ന കാലമാണ്. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. 10-ലും 11-ലുമായി പാപഗ്രഹങ്ങളും 2-ൽ വ്യാഴവും തുടരുന്നതിനാൽ പ്രായേണ അനുകൂലമായ ഫലങ്ങൾ ഉണ്ടാകും. തൊഴിലിടത്തിൽ പ്രശ്നങ്ങൾ വരാം.
ചൊവ്വയും രാഹുവും കലഹ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതുപോലെ ആത്മസംയമനം കൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിക്കേണ്ട സ്ഥിതി കൂടിയുണ്ട്. അതുപോലെ പാരമ്പര്യ സ്വത്തുക്കളുടെ അനുഭവാവകാശം നിങ്ങളുടെ കൈവശമെത്തും. പ്രണയ അനുഭവങ്ങളെല്ലാം തന്നെ പുഷ്കലമാകും. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുവാനിടയുണ്ട്. പ്രത്യേകിച്ചും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ പ്രവേശം സാധ്യമാകുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് തദ്ദേശ സ്ഥാപനത്തിൽ നിന്നും അനുമതി വന്നു ചേരും. കുടുംബകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ഇടവ രാശിക്കാർക്ക് 10, 11 ഭാവങ്ങളിലും മിഥുന രാശിക്കാർക്ക് 9, 10 ഭാവങ്ങളിലുമായി 6 ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു. സമ്മിശ്രമായ ഫലങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അനുഭവത്തിൽ വന്നു ചേരുക. പല കാര്യങ്ങളിലും ആശയക്കുഴപ്പം തുടരുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്ക് വരുമാന മാർഗം തുറന്നു കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ അർഹതയ്ക്കൊത്ത ജോലി ആവില്ലെന്ന് മാത്രം സംരംഭങ്ങൾക്ക് സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കുന്നതാണ്. മുതൽ മുടക്ക് സമാഹരിക്കുവാൻ വളരെയധികം വിയർപ്പൊഴുക്കേണ്ടി വരുന്ന സമയമാണ്. പഴയ വാഹനം വിറ്റ് നവീനമായത് വാങ്ങുവാൻ കഴിയുന്നതാണ്. വില കൂടിയ ഗാർഹിക ഉൽപ്പന്നമോ അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നമോ സ്വന്തമാക്കുവാൻ കഴിയും. പ്രണയ അനുഭവങ്ങൾ തടസ്സപ്പെടുന്നതിനും സാധ്യതകളുള്ള കാലമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. മാസാദ്യ ദിവസങ്ങളിൽ പറയത്തക്ക മാറ്റമൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാര്യങ്ങൾ മുന്നത്തെ മാസത്തെ പോലെ തന്നെയാകും. തൃപ്തിയും അസംതൃപ്തിയും മാറി മാറി തുടരുന്നതാണ്. കണ്ടകശനി ചില അശാന്തികൾ വിതച്ചേക്കാം. 9 രാഹു കുജയോഗം ഭാഗ്യഭ്രംശത്തിന് കാരണമാകും. അതുപോലെ പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ കുടുംബത്തിൻ്റെ അഭിപ്രായം കൂടി തേടുന്നത് ഗുണകരമാണ്. ശുക്രൻ 11ാം ഇടത്തേക്ക് വരുന്നതിനാൽ രണ്ടാം പകുതിയിൽ ദുർഭിക്ഷത നീങ്ങും. ധനാഗമം യാതൊരു രീതിയിലും തടസ്സപ്പെടുന്ന സമയമല്ല. പൊതുമധ്യത്തിൽ സ്വീകാര്യതയുണ്ടാകും. കലാകാരന്മാർക്ക് അവസരങ്ങൾ വർദ്ധിക്കുന്നതാണ്. അതുപോലെ പ്രണയ ജീവിതം വിജയത്തിലേക്ക് നീങ്ങുന്നതാണ്. ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ വളരെയധികം പുഷ്ടിപ്പെടുന്ന സമയമാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. ജന്മവ്യാഴത്തിന് വക്രഗതി തീരുന്നത് വളരെയധികം ആശ്വാസമാണ്. 9 പാപഗ്രഹങ്ങൾ മനക്ലേശത്തിനും സൗഖ്യക്കുറവിനും കാരണമാകും. അതുപോലെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നിങ്ങൾ നയിക്കപ്പെടാം. 10 കണ്ടകശനി തുടരുന്നത് തൊഴിൽ മേഖലയിൽ വളർച്ചാ കുറവിന് കാരണമാകും. ആദ്യത്തെ സ്ഥിതി ഗുണകരമാണ്. പ്രശ്നങ്ങളെ മറികടക്കുവാനും ഉചിതമായ തീരുമാനങ്ങളോടെ മുന്നോട്ട് പോകുവാനും തന്മൂലം സാധിക്കുന്നതാണ്. അതുപോലെ മേലധികാരികളുടെ പിന്തുണയുണ്ടാകും. വിദേശ ജോലിയോ വിദേശ കരാറുകളോ ലഭിക്കുവാനിടയുണ്ട്. പണം മുടക്കിയുള്ള വിപുലീകരണം അതുമല്ലെങ്കിൽ നവീകരണം ഇത്യാദികൾക്ക് നിങ്ങൾക്ക് സമയം ഇപ്പോൾ യാതൊരു രീതിയിലും അനുകൂലമല്ല. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. 8, 9, 12, 2 എന്നീ ഭാവങ്ങളിലായി മുഴുവൻ ഗ്രഹങ്ങളും സഞ്ചരിക്കുകയാണ്. അതിനാൽ വെല്ലുവിളികൾ നിറഞ്ഞ കാലമാകും. ഭാവി കാര്യങ്ങൾ ചിന്തിച്ച് വ്യാകുലരാകുവാനിടയുണ്ട്. തൊഴിലിടത്തിൽ സമാധാനം കുറയുന്നതാണ്. അതുപോലെ ഉത്തരവാദിത്തങ്ങളോട് പുറം തിരിഞ്ഞു നിൽക്കേണ്ടി വരും. ലഘുപ്രയത്നത്താൽ നേടാവുന്ന കാര്യങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം ഊർജവും സമയവും നിങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരുന്നതാണ്. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് യാതൊരു രീതിയിലും ആശ്വാസകരമല്ല. അതായത് കപ്പിനും ചുണ്ടിനുമിടയിൽ അവസരങ്ങൾ നഷ്ടമാകുന്നത് വളരെയധികം ദുഃഖത്തിന് കാരണമാകും. ജീവിതശൈലി രോഗങ്ങൾ അധികരിക്കുവാനും ഇടയുള്ള കാലമാണ്. ന്യായമായ സിദ്ധികൾ ഫലം കാണാതെ പോകും. അതുപോലെ അല്പലാഭങ്ങളും ചെറിയ നേട്ടങ്ങളും കൊണ്ട് ഈ മാസം നിങ്ങൾക്ക് തൃപ്തി അടയേണ്ടി വരുന്നതാണ്. കുടുംബത്തിൻ്റെ പിന്തുണ ആശ്വാസമുണ്ടാകും. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനും സമയം വന്നു ചേരും. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. 8ലും 9ലും 3 വീതം ഗ്രഹങ്ങളും 12ൽ വ്യാഴവും സഞ്ചരിക്കുന്നതിനാൽ കാര്യപ്രാപ്തി ഈ സമയം എളുപ്പമല്ല. നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ ചെറിയ നേട്ടങ്ങൾ പോലും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയൂ. ശത്രുക്കളുടെ ഗൂഢതന്ത്രങ്ങൾ തിരിച്ചറിഞ്ഞാലും പ്രതിരോധിക്കുവാൻ വളരെയധികം ക്ലേശിക്കുന്നതാണ്. മുതൽ മുടക്കുകൾ ഭാഗികമായി തിരിച്ചു കിട്ടും. പ്രായോഗിക ബുദ്ധി ചില സന്ദർഭങ്ങളിൽ ഫലവത്താകുന്നതാണ്.
കലഹവാസനയെ സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട്. ചിരകാല അഭിലാഷമായ ക്ഷേത്രാടനം സാധ്യമാകും. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത വേണ്ടതാണ്. കുടുംബ ബന്ധങ്ങൾ ദൃഢമാവുകയും ചെയ്യുന്ന കാലമാണ്. അടുത്തത് മകം നക്ഷത്ര ജാതകരാണ്. 7, 8 ഭാവങ്ങളിലായി കൂടുതൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുകയാൽ എല്ലാവിധ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണം. കൃത്യത ഉറപ്പുവരുത്തേണ്ടതാണ്. സഹപ്രവർത്തകർ വേണ്ടത്ര പിന്തുണ നൽകിയില്ലെന്നു വരാം. പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. ദൂരദിക്കുകളിലേക്ക് തീരുമാനിച്ച യാത്രകൾ വൈകുവാനും ഇടയുള്ള കാലമാണ്. ദാമ്പത്യത്തിൽ അനുരഞ്ജനം അനിവാര്യമായി വരും. ശുക്രനും വ്യാഴവും അനുകൂലരാകിയാൽ ഫോക്കസുകൾ ഉണ്ടാകും. ആത്മീയമായ ഉണർവ് വന്നെത്തുന്നതാണ്. ധനാഗമത്തിലെ തടസ്സങ്ങളെല്ലാം മാറും. അദൃശ്യ കരങ്ങളുടെ സംരക്ഷണം കിട്ടുന്നതായി അനുഭവപ്പെടുന്നതാണ്. ജനകീയ പിന്തുണ ആർജിക്കുവാൻ കൂടുതൽ പ്രവർത്തനങ്ങളും നടപടികളും ആവശ്യമായി വരുന്നതാണ്. പുതിയ ജോലിക്കായി ശ്രമം തുടരുന്നവരുടെ ആഗ്രഹം സാധ്യമാകുന്ന കാലമാണ്. അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ്. ഗ്രഹങ്ങളുടെ സഞ്ചാരം അധികം ഗുണകരമായ ഭാവങ്ങളിലല്ല. ആകയാൽ പ്രശ്നനിബിഡമായ സാഹചര്യമുണ്ടാകും. ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ക്ഷോഭം നിങ്ങളുടെ നിയന്ത്രിക്കപ്പെടണം. കാര്യാലോചനകളിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ യാതൊരു രീതിയിലും കൈക്കൊള്ളരുത്. ഒപ്പമുള്ളവരെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുവാനുള്ള ശ്രമം വേണ്ടതാണ്. അന്യദിക്കിലെ പഠനയാത്രകൾ വൈകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്കിടയിൽ ഈഗോ കുഴപ്പമുണ്ടാക്കും. ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുള്ള കാലം കൂടിയാണ്. ജന്മനാട്ടിലെ ഉത്സവത്തിൽ സംബന്ധിക്കുവാൻ സാധിക്കും. വ്യാഴം അനുകൂലത്തിലാകിയാൽ വിഘ്നങ്ങളെ വേഗം തന്നെ മറികടക്കുവാൻ കഴിയുന്നതാണ്. ന്യായമായ ആവശ്യങ്ങൾക്ക് പണം വന്നു ചേരുന്ന മാസം കൂടിയാണ്. അടുത്തത് ഉത്രം നക്ഷത്ര ജാതകരാണ്. ഗുണവും ഗുണക്കുറവും അവയുടെ ആവർത്തനങ്ങളും ഭവിക്കുന്ന മാസമാണ്. വ്യാപാരം തൃപ്തികരമായി മാറും. കൂട്ടുകച്ചവടത്തിൽ ഉദ്ദേശ നേട്ടം വന്നു ചേരണമെന്നില്ല. ശനി സഞ്ചാരം 7, 8 ഭാവങ്ങളിലാകിയാൽ കൂട്ടുകെട്ടുകൾ, യാത്ര എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ്. ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വർദ്ധിക്കും. ജോലി ഭാരം മൂലം വീട്ടിൽ എത്തുവാൻ വൈകുന്നതാണ്. സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് തീരുമാനമെടുത്താൽ ഒപ്പമുള്ളവരുടെ എതിർപ്പ് നേരിടേണ്ടി വന്നേക്കും. രോഗികൾക്ക് തുടർ ചികിത്സ വേണ്ടിവരുന്നതാണ്. അതുപോലെ ഉത്സവാദികൾക്ക് പങ്കെടുക്കുവാൻ കഴിയാതെ അന്യദേശത്ത് കഴിയുന്നതിനാണ് സാധ്യത വളരെയധികം കൂടുതലാണ്. ഏജൻസികൾ അല്പം ലാഭകരമാകും. നവീനമായ വ്യാപാരം തുടങ്ങുവാൻ അനുകൂലമല്ലാത്ത ഗ്രഹസഞ്ചാരമാണ് നിങ്ങൾക്ക് നിലവിലുള്ളത്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. 6, 7 ഭാവങ്ങളിലെ ഗ്രഹാധിക്യം ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾക്ക് കാരണമാകും. ചൊവ്വയും രാഹുവും ശത്രുക്കളെ പ്രതിരോധിക്കുന്നതാണ്. അതുപോലെ സഹപ്രവർത്തകരുടെ പ്രീതിയുണ്ടാകും. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് സാഹചര്യം എല്ലാം തന്നെ അനുകൂലമായി മാറുന്നതാണ്. കർമ്മ മേഖലയിൽ ഉത്സാഹവും ഉന്മേഷവും നിലനിൽക്കും. 7ാം ഭാവത്തിലെ സൂര്യശനി യോഗം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളെ ബാധിക്കുന്നതാണ്. വ്യാപാരത്തിന് അലച്ചിലുണ്ടാകും. ദാമ്പത്യത്തിൽ പിണക്കങ്ങൾ കൂടുവാനിടയുണ്ട്. അതുപോലെ വിദേശ യാത്രകൾ തരപ്പെടുന്നതാണ്. കലാകാരന്മാർക്ക് നല്ല സന്ദേശങ്ങൾ വന്നു ചേരും. വസ്ത്രാഭരണാദികൾ, ധനസഹായം എന്നിവ പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായി സമ്മിശ്രമായ കാലമാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ചൊവ്വയ്ക്ക് മൗഢ്യം തീരുന്നത് ഒരു ആശ്വാസമാണ്. ജോലി തേടുന്നവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾക്കെല്ലാം തന്നെ അയവ് വരുന്ന കാലമാണ്. പുതിയ പ്രൊജക്റ്റുകൾക്ക് അനുമതി കിട്ടും. സ്വന്തം വ്യാപാരത്തിൽ പരസ്യത്തെയും വിപണന തന്ത്രങ്ങളെയും ആശ്രയിക്കുന്നതാണ്. രാഷ്ട്രീയ മത്സരങ്ങളിൽ മേൽക്കൈയുണ്ടാകും. വസ്തു വാങ്ങുവാനും ഗൃഹനിർമ്മാണത്തിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും സാധിക്കുന്നതാണ്. മക്കളുടെ വിവാഹ കാര്യത്തിൽ ശുഭകരമായ തീരുമാനമുണ്ടാകും. ഭാവി കാര്യങ്ങളിൽ തിടുക്കപ്പെട്ട് തീരുമാനമെടുക്കുന്നത് യാതൊരു രീതിയിലും ഗുണകരമാവില്ല. ക്ഷമ അനിവാര്യമാണെന്നത് എപ്പോഴും മനസ്സിലുണ്ടാകുന്നത് ഗുണകരമാണ്. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ഗ്രഹങ്ങൾ ഏറെയും 5ലും 6ലുമായി സഞ്ചരിക്കുകയാണ്. 9ൽ വക്രം കഴിഞ്ഞ ഗുരുവുമുണ്ട്. പ്രായേണ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യമാണ്. ചിന്താക്കുഴപ്പം, അവ്യക്തതകൾ എന്നിവ 5ാം ഭാവത്തിലെ
ചൊവ്വയും രാഹുവും നൽകുന്ന ഫലങ്ങളാണ്. മക്കളോട് കലഹിച്ചേക്കും, തിരിച്ചും ആകാം. നിർബന്ധശീലം കുടുംബത്തിൻ്റെ സ്വൈര്യത്തെ ബാധിക്കുന്നതാണ്. 6-ലെ ആദിത്യനും ശനിയും തൊഴിലിടത്തിൽ ശോഭിക്കാനുള്ള അവസരം നൽകും. നവസംരംഭങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതാണ്. പ്രൊജക്റ്റുകളുമായി മുന്നോട്ട് പോകുവാൻ കഴിയും. ഇഷ്ടയാത്രകൾ, സമാഗമങ്ങൾ ഇവയുണ്ടാകുന്നതാണ്. ഗൃഹനിർമ്മാണം അതുമല്ലെങ്കിൽ ഗൃഹനവീകരണം ഇഴഞ്ഞു നീങ്ങുവാനിടയുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപം വർദ്ധിക്കുന്നതാണ്. പ്രണയത്തിൽ തടസ്സം വരുവാനും ഇടയുള്ള കാലമാണ്. അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ്. തുലാം രാശിക്കാർക്ക് അല്പം ഭേദപ്പെട്ട സമയമാണ്. കോട്ടങ്ങൾ ഉണ്ടായാലും ചില നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. തൊഴിലിൽ ഉന്നമനം സാധ്യമാകും. എന്നാൽ പലതരം ആശയക്കുഴപ്പങ്ങളും വന്നു ചേരുന്നതാണ്. മക്കളുടെ ഭാവി കാര്യങ്ങളിൽ ഉത്കണ്ഠ വർദ്ധിക്കുന്നതാണ്. വൃശ്ചിക രാശിക്കാർക്ക് പുതിയ ജോലി കിട്ടുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമായി വരും. മറ്റുള്ളവരുടെ പ്രേരണകൾക്ക് വശംവദരാകാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. കർശന നടപടികൾ മൂലം സഹപ്രവർത്തകരുടെ അപ്രീതി നേടാം. സാഹിത്യകാരന്മാർ കൂടുതൽ സർഗാത്മകരാകും. സംവാദങ്ങളിൽ തിളങ്ങുന്നതാണ്. അതുപോലെ പാരമ്പര്യ തൊഴിൽ പുനരാരംഭിക്കുവാൻ കഴിയും. സർക്കാരിൽ നിന്നും കിട്ടേണ്ടതായ അനുമതിക്ക് പുനഃശ്രമം ആവശ്യമായി വരുന്നതാണ്. അനാവശ്യമായ ഭീതി ഒഴിവാക്കുന്നതും വളരെയധികം ഗുണം ചെയ്യും. അടുത്തത് അനിഴം നക്ഷത്ര ജാതകരാണ്. ചൊവ്വ, രാഹു, ബുധൻ എന്നിവ 4-ലും ആദിത്യൻ, ശനി, ശുക്രൻ എന്നിവ 5-ലുമായി സഞ്ചരിക്കുന്നു. വ്യാഴം അഷ്ടമഭാവത്തിലാണ്. അതായത് മനസമാധാനം വളരെയധികം കുറയുന്ന കാലമാണ്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പ്രശ്നങ്ങളിൽ യാതൊരു കാരണവശാലും ഇടപെടരുത്. ഭൂമി വ്യവഹാരം നീളുന്നതാണ്. അതുപോലെ വിൽക്കുവാനിട്ട വസ്തുവിന് വിലയൊത്തു വരാത്തതിൽ വളരെയധികം ആശങ്കയുണ്ടാകും. കാര്യപ്രാപ്തിക്ക് കൂടുതൽ വിയർപ്പൊഴിക്കേണ്ട സാഹചര്യമാണ്. കർമ്മരംഗത്ത് ചെറിയ വളർച്ച മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ധനച്ചെലവ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം കരുതൽ വേണം. കടബാധകൾ കുറയ്ക്കുവാൻ ശ്രമം തുടരുന്നതാണ്. സന്താനങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ വേണ്ട കാലം കൂടിയാണ്. പ്രണയ അനുഭവങ്ങൾ വളരെയധികം സന്തോഷകരമാകും. ദാമ്പത്യത്തിൽ തൃപ്തി ഭവിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്ര ജാതകരാണ്. ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്വം വളരെയധികം വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കത്തിനായി സഹപ്രവർത്തകരെ പ്രേരിപ്പിക്കേണ്ടി വരും. തൻ്റെ കുടുംബത്തിൻ്റെ ബാധകൾ കുറച്ചൊക്കെ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. ബിസിനസ്സുകാർക്ക് വിപണിയിൽ വെല്ലുവിളികൾ ഉണ്ടാകും. കലാകാരന്മാർക്ക് വളരെയധികം അവസരങ്ങൾ വന്നു ചേരും. വാഗ്ദാനങ്ങൾ പാലിക്കുവാനായി നിങ്ങൾക്ക് വളരെയധികം വിയർപ്പൊഴിക്കേണ്ടി വരുന്ന സമയമാണ്. സമാധാനം എന്നത് വന്നും പോയി വിരിക്കുവാൻ ഇടയുള്ള കാലം കൂടിയാണ്. പ്രണയിക്കുന്ന ആളുകളെ ചില പ്രതിബന്ധങ്ങൾ വന്നു ചേരും. ചില ബന്ധങ്ങളുടെ ഊഷ്മളത നിലനിർത്തുവാൻ കഴിയാതെ വരുന്ന കാലമാണ്. എല്ലാ കാര്യവും ആദ്യ ശ്രമത്തിൽ തന്നെ നിങ്ങളുടെ വിജയിക്കണമെന്നില്ല. രാഷ്ട്രീയ സമീപനങ്ങൾക്ക് സമ്മിശ്രമായ പ്രതികരണം കിട്ടുവാനിടയുണ്ട്. ഉത്സവാദികൾക്ക് ചുക്കാൻ പിടിക്കുവാനും സാധിക്കുന്ന കാലമാണ്. അടുത്തത് മൂലം നക്ഷത്ര ജാതകരാണ്. ആനുകൂല്യങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം തന്നെ തടസ്സങ്ങളും മനക്ലേശവും അനുഭവപ്പെടുന്ന മാസമാണ്. 3-ാം ഭാവത്തിലെ ചൊവ്വയും രാഹുവും എതിർപ്പുകളുടെ മുനയൊടിക്കും. ഉത്സാഹവും പ്രവർത്തന വീര്യവും കൈവരുന്നതാണ്. നിങ്ങളുടെ പരിശ്രമങ്ങൾ എല്ലാം തന്നെ വേഗത്തിൽ വിജയത്തിലെത്തുന്നതാണ്. ഉന്നത അധികാരികൾ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. 4-ലെ ശനി സൂര്യ സഞ്ചാരമാകട്ടെ മാതൃക്ലേശത്തിനിടവരുത്തും. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും കലഹിക്കേണ്ടി വരുന്നതാണ്. 4-ലും 5-ലുമായി സഞ്ചരിക്കുന്ന ശുക്രൻ നവീന ഗ്രഹം, വാഹന ലാഭം, പ്രണയപുഷ്ടി എന്നിവയ്ക്ക് കാരണമാകും. വ്യാഴാനുകൂല്യമുള്ള കാലമായതിനാൽ ദാമ്പത്യ സൗഖ്യം, ആത്മീയമായ കാര്യങ്ങളുടെ നിർവഹണം എന്നിവ സാധ്യമാകുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്ര ജാതകരാണ്. ചൊവ്വ, രാഹു, ബുധൻ എന്നിവരുടെ 3-ാം ഭാവത്തിലെ സഞ്ചാരം കാര്യങ്ങൾ ഒരു പരിധിവരെ അനുകൂലമായി മാറുന്നതാണ്. ആത്മവിശ്വാസം നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിറയും. പ്രതികൂലികളെ പരാജയപ്പെടുത്തി നിർത്തുവാൻ സാധിക്കുന്നതാണ്. ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. വ്യവഹാരങ്ങളിൽ ന്യായമായ തീർപ്പുണ്ടാകുന്നതാണ്. 4-ലെ ശനി രവി ശുക്ര യോഗത്താൽ സമ്മിശ്രമായ ഫലങ്ങൾ ഉണ്ടാകും. അധികാരികൾ സംതൃപ്തരാകുന്നതാണ്. വീടിനടുത്തേക്കുള്ള സ്ഥലം മാറ്റ ഉത്തരവ് വൈകുവാനിടയുണ്ട്. ഗൃഹമോ വാഹനമോ മോടി പിടിപ്പിക്കുവാൻ കഴിയും. സ്ത്രീകളുടെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാം. വക്രഗതി കഴിഞ്ഞ 7-ലെ വ്യാഴം കൂട്ടുകച്ചവടം, യാത്ര, ദാമ്പത്യം എന്നിവയെ സുഖകരമാക്കുന്നതാണ്. മാസപ്പകുതി മുതൽ കൂടുതൽ ഗുണാനുഭവങ്ങൾ ഭവിക്കുന്നതാണ്.
അടുത്തത് ഉത്രാടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നത് വളരെയധികം കരുതലോടെ വേണം. പ്രതീക്ഷിച്ച സഹായം വൈകുന്നതാണ്. നിലവിലെ നിങ്ങളുടെ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുവാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണകരമാകും. ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ സ്വാതന്ത്ര്യം പരിമിതപ്പെട്ടേക്കാം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വായ്പ ലഭിക്കുന്നതാണ്. സംഘടനകളിൽ ആശയഭിന്നത അധികരിക്കുമെങ്കിലും ഒത്തുതീർപ്പിൻ്റെ വഴി സ്വീകാര്യമാകും. തന്മൂലം മാനസികമായ പിരിമുറുക്കത്തിന് കാരണമാകും. വിദേശത്തുള്ള ഉറ്റവരെക്കുറിച്ച് ആശങ്ക വർദ്ധിക്കുന്നതാണ്. ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മുൻകൈ എടുക്കുന്നതാണ്. ധനപരമായ കരുതൽ വേണ്ടതുണ്ട്. അതുപോലെ മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ അലംഭാവം വരുത്. അടുത്തത് തിരുവോണം നക്ഷത്ര ജാതകരാണ്. ജീവിത സാഹചര്യം കുറച്ചൊക്കെ തൃപ്തികരമാകും. കഴിവുള്ളവർക്ക് തിളങ്ങുവാനുള്ള അവസരം വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദങ്ങൾ ഇല്ലാതെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ്. മേലധികാരികൾ പിന്തുണ നൽകുന്നതാണ്. സഹോദരാനുകൂല്യമുണ്ടാകും. അതുപോലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് ബദൽ വഴികൾ തേടേണ്ടതായി വന്നേക്കാം. കുടുംബകാര്യങ്ങളിൽ അലോസരങ്ങൾ ഉയരാം. എന്നാൽ പ്രശ്ന പരിഹാര ശ്രമങ്ങൾ ക്രമേണ ഫലം കാണും. വിദേശ യാത്രകളിൽ അനിശ്ചിതത്വം തുടരുന്നതാണ്. വസ്തുവിന് വേലി കെട്ടുക, മതിൽ നിർമ്മാണം തുടങ്ങിയ ചെലവുകൾ വന്നുചേരും. പൊതുപ്രവർത്തകർക്ക് നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരുന്ന സമയമാണ്. അടുത്തത് അവിട്ടം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് സമ്മിശ്രമായ അനുഭവങ്ങൾ വന്നു ചേരും. സ്വയം പണം മുടക്കി തൊഴിൽ ആരംഭിക്കുവാൻ ഇപ്പോൾ കാലം അനുകൂലമല്ല. നിലവിലെ കർമ്മ മേഖല ഉപേക്ഷിച്ച് പുതിയതിലേക്ക് പോകുവാനും തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ആത്മവിശ്വാസം കുറയില്ല. അതുപോലെ വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകൾ നടത്തേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ വാക്കുകൾ മുഖവിലക്കെടുക്കുന്നത് വളരെയധികം കരുതലോടെ വേണം. പാരമ്പര്യ തൊഴിലിൽ ആദായം കുറയുന്നതാണ്. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും സാമാന്യം തിളങ്ങുവാൻ സാധിക്കുന്നതാണ്. ഗൃഹനിർമ്മാണം ഇഴഞ്ഞിട്ടാണെങ്കിലും മുന്നോട്ട് പോകുന്നതാണ്. ഫലേച്ഛ കൂടാതെ തന്നെ പ്രവർത്തിക്കുന്ന പക്ഷം കൂടുതൽ സംതൃപ്തി വന്നു ചേരും. അരാഷ്ട്രീയമായ നിലപാടുകൾ ഉപേക്ഷിക്കും. മാസത്തിൻ്റെ രണ്ടാം പകുതി പല നിലയ്ക്കും ആശ്വാസമുണ്ടാകുന്ന കാലമാണ്. അടുത്തത് ചതയം നക്ഷത്ര ജാതകരാണ്. ജന്മരാശിയിലെ രാഹു കുജയോഗം അകാരണമായ സമ്മർദ്ദങ്ങൾക്ക് കാരണമാകും. ഉറ്റവരുമായി കലഹിക്കാം. കിടപ്പ് രോഗികൾക്ക് ചികിത്സാ മാറ്റം അനിവാര്യമാകും. രണ്ടാം ഭാവത്തിലെ രവിശനി യോഗം കുമാർഗ സഞ്ചാരത്തിലേക്ക് നയിക്കുന്നതാണ്. പരുഷമായ വാക്കുകൾ പറയാം. എന്നാൽ ബുധശുക്രന്മാരുടെ സഞ്ചാരത്താൽ കവികൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ, അഭിഭാഷകർ എന്നിവർക്ക് വജോവിലാസം ഗുണം ചെയ്യുന്നതാണ്. സന്താനങ്ങളുടെ ശ്രേയസ്സിൽ സന്തോഷിക്കുവാനുള്ള അവസരവും വന്നു ചേരും. ആഘോഷാദികൾക്ക് അന്യദിക്കിൽ നിന്നും നാട്ടിലെത്തുവാൻ കഴിയാതെ വിഷമിക്കേണ്ടി വരുന്നതാണ്. അതുപോലെ തന്നെ ജീവിത ചെലവുകൾക്ക് പണം തികയാതെ വന്നേക്കാം. കൂട്ടുകെട്ടുകളിൽ വളരെയധികം കരുതൽ വേണ്ട സമയമാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്ര ജാതകരാണ്. പല കാര്യങ്ങളിലും അവ്യക്തതയുണ്ടാകും. പ്രവർത്തന മേഖലയിൽ വെല്ലുവിളികൾ വന്നു ചേരും. ആശയ സംവാദങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. ഉപദേശങ്ങളുടെ പൊള്ളത്തരം തെളിയുന്നതാണ്. കടബാധ്യത പരിഹരിക്കുവാൻ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ കൂടുതൽ കടം വാങ്ങുവാനുള്ള സാധ്യത തള്ളിക്കളയുവാൻ കഴിയുന്ന സമയമല്ല. വിദേശ ജോലിക്കായി നടത്തുന്ന ശ്രമങ്ങൾ തുടരേണ്ടി വന്നേക്കും. ഗൃഹനിർമ്മാണത്തിന് കൂടുതൽ ചെലവ് വന്നു ചേരുന്നതാണ്. പ്രത്യേകിച്ചും സ്വകാര്യ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥർക്ക് അധിക ജോലിഭാരമുണ്ടാകും. മാനേജ്മെൻറ്റിൻ്റെ ചൂഷണങ്ങൾക്ക് ഇടയാകുന്നതാണ്. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. അതുപോലെ തന്നെ സുഖഭോഗങ്ങൾക്കും വിനോദത്തിനും സന്ദർഭം തെളിയുന്ന സമയമാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്ര ജാതകരാണ്. 12ാം ഭാവത്തിലും ജന്മത്തിലുമായി 6 ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു. 4ാം ഭാവത്തിൽ വ്യാഴം തുടരുന്നുണ്ട്. അതിനാൽ കാര്യം തടസ്സവും പലപ്പോഴും മനോവീര്യം കെടുത്തുവാനും ഇടവരും. ലക്ഷ്യത്തിലെത്തുവാൻ പരിശ്രമങ്ങൾ ആവർത്തിക്കേണ്ടി വരുന്നതാണ്. ദീർഘയാത്രകൾ പ്രതീക്ഷിച്ച സമയത്തിൽ നടത്തുവാൻ കഴിയില്ല. ശത്രുവാര് മിത്രമാര് എന്ന് തിരിച്ചറിയാത്ത സ്ഥിതി ഉണ്ടാകും. ശുക്ര ആനുകൂല്യത്താൽ അനുരാഗം പ്രാപിക്കുന്നതാണ്. പാരിതോഷികങ്ങൾ ലഭിക്കും. കലാപ്രവർത്തനം സുഗമമാകും. പുതിയ സംരംഭങ്ങൾക്ക് അനുമതി കിട്ടുവാൻ വൈകുന്നതാണ്. നിലവിലെ ജോലി ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് യാതൊരു രീതിയിലും ഗുണകരമാകില്ല. മാസത്തിൻ്റെ പകുതിക്ക് ശേഷം ധനാഗമം വർദ്ധിക്കുന്നതാണ്.
അടുത്തത് രേവതി നക്ഷത്ര ജാതകരാണ്. ജന്മശനി, ജന്മത്തിൽ ആദിത്യൻ എന്നിവ ക്ലേശങ്ങൾ ഉണ്ടാക്കും. അലച്ചിലിനോടൊപ്പം തന്നെ വിഭവങ്ങൾക്ക് നാശവും വരാം. ചുറ്റുമുള്ളവർ അകാരണമായി തെറ്റിദ്ധരിക്കാം. ദുഷ്പ്രേരണകൾക്ക് വശംവദരാകാതിരിക്കുവാൻ മനസ്സുറപ്പ് വേണ്ട കാലമാണ്. ശുക്രൻ ജന്മത്തിലും രണ്ടിലുമായി സഞ്ചരിക്കുകയാൽ ഭൗതികമായ നിലവാരം മെച്ചപ്പെടുന്നതാണ്. പ്രണയം മനസ്സിനെ സുരഭിലമാക്കും. സൗഹൃദങ്ങൾ വികസിക്കുന്നതാണ്. കടബാധകൾ വർദ്ധിക്കും. ചെലവിൽ വളരെയധികം നിയന്ത്രണം വേണം. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ തുടരേണ്ട സ്ഥിതി ഭവിക്കുന്നതാണ്. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയുവാൻ കഴിയും. മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ തൊഴിലിടത്തിൽ സമാധാനം പുലരുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.